ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഏതു തരത്തിലുള്ള കുഴപ്പങ്ങളിൽ, ആപത്തുകളിൽ, മഹാരണ്യ മധ്യത്തിൽ പെട്ട് ഉണ്ടാകുന്ന ഭയങ്ങളിൽ ആദിത്യ ഭഗവാനെ നമസ്കരിക്കുന്നവന് ഒരു തരത്തിലുള്ള വിഷമവും ഒരിക്കലും ഉണ്ടാകില്ല. ദേവദേവനായ ഈ ജഗൽപതിയെ ഏകാഗ്രനായി പൂജിക്കൂ. 3 പ്രാവശ്യം ഈ ആദിത്യ ഹൃദയ മന്ത്രം മനസ്സിനെ ചലനരഹിതമാക്കി ജപിക്കൂ. ഈ ഘോരയുദ്ധ മധ്യത്തിൽ അങ്ങ് വിജയിക്കും. ഈ ക്ഷണത്തിൽ തന്നെ ലോകകണ്ഠകനായ രാവണനെ മഹാബാഹുവായ അങ്ങേക്ക് നിഗ്രഹിക്കുവാൻ സാധിക്കും. ഇത്രയും ഓർമ്മപ്പെടുത്തിയ ഭഗവാൻ അഗസ്ത്യ ബ്രഹ്മഋഷി വന്നതുപോലെ തന്നെ സ്വസ്ഥാനത്തേക്ക് പോയി. ആദിത്യ ഹൃദയം കേട്ട ആ മഹാ തേജോധാമം ആഴരറ്റവനായി തീർന്നു. ആത്മസ്വരൂപിയായ ശ്രീരാമചന്ദ്രൻ സന്തുഷ്ടചിത്തനായി ഋഷീന്ദ്രവാക്യം മനസ്സിലാക്കി 3 പ്രാവശ്യം ആചരിച്ചു. പരിശുദ്ധിയാർന്ന കോദണ്ഡമേന്തി ആദിത്യദേവനെ കടാക്ഷിച്ച് ജപിച്ചു. അത്യാനന്ദത്തോടെ രാവണനെ നോക്കി യുദ്ധസന്നദ്ധനായി മുന്നോട്ട് അണഞ്ഞു. എത്ര വലിയ പോര് നടത്തിയിട്ടും എത്രമാത്രം പ്രധാന കർമ്മങ്ങൾ ചെയ്തിട്ടും രാവണനിധനം ചെയ്യുമെന്ന് നിശ്ചയിച്ചു. അമ്പരമധ്യത്തിൽ അത്യന്ത ശോഭയാർന്നു നിൽക്കുന്ന ആദിത്യദേവന്റെ ഹൃദയം കുളിർത്തു. രോമാഞ്ചമുണ്ടായി. ശ്രീരാമചന്ദ്രനെ വിടർന്ന നേത്രങ്ങളോടെ കടാക്ഷിച്ചു. പുഞ്ചിരി പൊഴിച്ചു. സകല ദേവന്മാരാലും ആവൃതനായിരിക്കുന്ന അർക്കദേവൻ നക്തഞ്ചരനാഥന്റെ വിനാശം കണ്ടറിഞ്ഞു. ലക്ഷ്മണാഗ്രജനോട് ഇപ്രകാരം അരുളി ചെയ്തു: ശ്രീരാമചന്ദ്ര, പതറേണ്ട, തുടർന്നുകൊള്ളൂ. മാറ്റാരുടെ പടകളെ മർദ്ദിക്കുന്ന മഹാരഥത്തെ മായാഗന്ധർവ നഗരം പോലെ മനോമോഹനവും വിചിത്രങ്ങളായ കൂറകൾ പാറിക്കളിക്കുന്ന ധ്വജാലങ്കൃതവും ഗുണസമ്പൂർണവുമായ പൊന്മാലകൾ അണിഞ്ഞ തുരകങ്ങൾ ചേർന്നതും യുദ്ധക്കോപ്പുകളെല്ലാം നിറഞ്ഞതും അനേക തരത്തിലുള്ള കൊടുക്കാലുകൾ നിരന്നിട്ടുള്ളതും പാരിടം മുഴുവൻ മുഴക്കുന്നതും നഭസിനെ വിഴുങ്ങുന്ന മട്ടിലുള്ളതും അരിസൈന്യങ്ങൾക്ക് അറുതി, സ്വസൈന്യങ്ങൾക്ക് ആനന്ദം എന്നിവ നൽകുന്നതുമായ രാവണരഥത്തെ സ്നേഹാധിക്യത്തോടെ സാരഥി തെളിച്ചു. വലിയ മാറ്റൊലി ഉണ്ടാക്കത്തക്ക ഉഗ്രനാദത്തിൽ വരുന്ന രാക്ഷസേശന്റെ തേരിനെ മാനവേശൻ കണ്ടു. കറുത്ത തുരകങ്ങളെ പൂട്ടി ഉജ്ജ്വല തേജസാർന്ന് മിന്നൽ കൊടിയുടെ ശോഭയേന്തിയ വൻ വാർമഴവില്ലൊത്ത ചാപവുമെടുത്ത് പേമാരി ചൊരിയുന്ന അമ്പുതജാലം പോലെ ശരവർഷം പൊഴിച്ച് കാർക്കൊണ്ടൽ നിറമുള്ള ലങ്കേശ്വര രഥം നേരിട്ടു വരുന്നത് കണ്ടപ്പോൾ വജ്രമേറ്റു പിളരുന്ന മാമലയുടെ സാന്ദ്രനാദത്തിൽ അർദ്ധചന്ദ്രനെ പോലെ വളഞ്ഞ വില്ലിൽ നിന്ന് ഞാണൊലി മുഴക്കിയ രഘുനായകൻ മാധലിയോട് പറഞ്ഞു: മാധലി, നോക്കൂ, അതിശക്തിയോടെ നേരിട്ട് വരുന്ന ശത്രുവിൻ്റെ തേരിനെ. വീണ്ടും ഇവൻ എത്ര വേഗത്തിലാണ് വരുന്നത്. അതുകൊണ്ട് ഒട്ടും തന്നെ പിഴ പറ്റാതെ മുന്നോട്ട് പോകുക. ശത്രുവിൻ്റെ തേരായി ഏറ്റുമുട്ടുക. ഉയരുന്ന കാറിനെ കാറ്റുപോലെ ഈ രഥത്തെ ഞാൻ ഉടയ്ക്കട്ടെ. ഒട്ടും അലസ്യം ഇയലാതെ, പരിഭ്രമിക്കാതെ, മനസ്സ് ചഞ്ചലമാകാതെ, കൺ തെറ്റാതെ കടിഞ്ഞാൻ പിടിച്ച് രഥം നടത്തൂ. ഇന്ദ്രന്റെ തേർ തെളിക്കുന്ന അങ്ങയോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് അറിയായികയല്ല, പോരിന് ഏകാഗ്രത വേണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ആജ്ഞാപിക്കുകയല്ല. അമരനായകന്റെ സാരഥി ശ്രേഷ്ഠൻ ശ്രീരാമവാക്യം കേട്ട് അതിസന്തുഷ്ടനായി പള്ളിത്തേർ ഓടിച്ച് രാവണന്റെ തേര് ഇടത്തു ഭാഗത്താക്കി. മാത്രമല്ല, ദേവവര രഥത്തിൽ നിന്ന് അത്യത്ഭുതജനകമായ പൊടിപടലമുയർന്ന രാവണരഥത്തെ മൂടി. തുടുതുടുത്ത കണ്ണുകൾ വട്ടത്തിൽ ചുഴറ്റി തുടങ്ങിയ നിശാചരൻ സായകങ്ങൾ ആഞ്ഞെയ്യുവാൻ ആരംഭിച്ചു. അവന്റെ കയറ്റം സഹിക്കാതായപ്പോൾ കോപം കലർന്ന ശ്രീരാമൻ ഏറ്റവും ധൈര്യത്തോടെ ഊക്കേറിയ മഹേന്ദ്രചാപവും സൂര്യകിരണങ്ങൾ പോലെ തിളങ്ങുന്ന കെൽപ്പേറിയ ശരങ്ങളും എടുത്തു. അന്യോന്യം നിഗ്രഹിക്കുവാൻ അത്യാകാംക്ഷയോടെ ഉഗ്രസിംഹങ്ങൾ 2 എണ്ണം പൊരുതുന്നത് പോലെ പെരുംപോർ തുടങ്ങി. രാവണ ക്ഷയകാംക്ഷികളായ ദേവന്മാർ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ഋഷിവര്യന്മാർ എന്നിവർ മാനവേശ്വര ദാനവനാഥന്മാരുടെ രഥപ്പൂര് കാണുവാൻ അമ്പരത്തിൽ നിരന്നു. രോമാഞ്ചമുണ്ടാക്കുന്ന ഘോരോൽപാദങ്ങൾ രാവണ നാശത്തിനും ശ്രീരാമ വിജയത്തിനും കാരണമായവ പലതുമുണ്ടായി. കാർമേഘത്തിൽ നിന്ന് രക്തമാരി രാവണരഥത്തിൽ പെയ്തു. കൊടിയ ചുഴലിക്കാറ്റ് അപ്രദക്ഷിണമായി വീശി. വാനിൽ കഴുകന്മാർ വലം വെച്ചുകൊണ്ട് രാക്ഷസേന്ദ്ര രഥം പോകുന്നിടത്തെല്ലാം പറന്നു. ചെമ്പരത്തിപ്പൂ നിറമാർന്ന സന്ധ്യാശോഭ പകലിലും കൂടി ലങ്കയിൽ അഗ്നി പോലെ പ്രകാശിച്ചു. ഇടിവെട്ടോടുകൂടിയ വൻ കൊള്ളിമീനുകൾ ചാടിത്തുടങ്ങി. പൗലസ്ത്യന് അശുഭങ്ങളേകുന്ന ഇത്തരം ലക്ഷണങ്ങൾ അരക്കരെ അഴയിൽ ആഴ്ത്തി. രാവണൻ എത്തുന്ന സ്ഥലത്തെല്ലാം ഊഴി കുലുങ്ങിത്തുടങ്ങി.
അടരാടുന്ന രാക്ഷസന്മാരുടെ കരങ്ങൾ പിടിച്ചു നിർത്തിയ പോലെ ചലനരഹിതമായി തോന്നി. വെളുത്തും കറുത്തും ചെമ്പിച്ചും മഞ്ഞിച്ചും ഉള്ള സൂര്യരശ്മികൾ മാമലയിലെ ധാതുക്കളെ പോലെ ദശാനനദേഹത്തിൽ പതിച്ചു. കഴുക നാദത്തോടൊപ്പം കുറുക്കന്മാർ തീജ്വാല വമിക്കുന്ന വക്രം പിളർത്തി അസുരേന്ദ്രന്റെ അഭിമുഖമായി നിന്ന് അമംഗള സൂചകമായി ഓരിയിട്ടു. പൊടി പടർത്തിക്കൊണ്ട് പവനൻ നേരിട്ടടിച്ചു. രക്ഷോവരന്റെ കണ്ണുകളിൽ പൊടി പറ്റി കാണുവാൻ കൂടി സാധിക്കാതെയായി. കാർമേഘം ഒട്ടും തന്നെയില്ലാതെ രാവണപ്പടയുടെ ചുറ്റും ഭീകരനാദത്തോടെ ഇടിവാൾ മിന്നിത്തുടങ്ങി. ദിക്കുകളും പ്രതിക്കുകളും കൂരിരുട്ടുകൊണ്ട് കാണാൻ കഴിയാതെയായി. വമ്പിച്ച ധൂളി സമൂഹം ആകാശത്തെ മൂടി. കഠിനമായി ചിലച്ചും ഷണ്ഠയിട്ടുകൊണ്ട് അനേകം പെൺതത്തകൾ ലങ്കേശ്വര രഥോപരി പറന്നെത്തി. പിന്നിൽ നിന്ന് അഗ്നികണങ്ങളും കണ്ണിൽ നിന്ന് അശ്രുബിന്ദുക്കളും അവന്റെ അശ്വങ്ങൾ പൊഴിച്ചു. കുതിരകൾ അഗ്നിയും വെള്ളവും അറക്കർക്കോന്റെ മുന്നിലൊപ്പം സമർപ്പിച്ചു. ഇത്തരം അനേകമനേകം ഭയങ്കര ദുർനിമിത്തങ്ങൾ രാവണന്റെ ആപത്തിനെ സൂചിപ്പിച്ചു. ശ്രീരാമചന്ദ്രന് മനോജ്ഞങ്ങളായ സുനിമിത്തങ്ങൾ വ്യക്തമായി. അവ മുഴുവനും ജയം കാണിക്കുന്നവയായിരുന്നു താനും. സ്വവിജയത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ദേവന് അതിരറ്റ സന്തോഷമുണ്ടായി. രാവണൻ ഹതനായി എന്ന് തന്നെ ഉറച്ചു. സർവലക്ഷണങ്ങളും തികച്ചും അറിയുന്ന രഘുനായകൻ സ്വഅഭിവൃദ്ധി ജനകങ്ങളായവയെല്ലാം കണ്ട് നിർവൃതി നേടിക്കൊണ്ട് തുലോം വീര്യത്തോടെ അടനിനടുത്തു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.